ജഡായുപ്പാറയ്ക്ക് പോവാണ്. നമ്മള് ഇന്ന് ആദ്യം പോണത് ജഡായുപ്പാറ. വേറെ മലവശം അയ്യോ അത് നിങ്ങളുണ്ടായില്ലേ? ആ ടൂറിന്റെ എല്ലാ പരിപാടികളും അവസാനിച്ചു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങള് പിന്നെ കാലത്ത് നേരത്തെ എണിച്ചു. നല്ല ഉറക്കം വല്ലാണ്ട് ശരിയായി ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ 7 മണിക്ക് ഞങ്ങൾ ജഡായുപ്പാറയ്ക്ക് പോവാണ്. പോണ വഴിക്കാണ് ഫുഡ് കഴിക്കണത്. ബ്രേക്ക്ഫാസ്റ്റ് പോണ വഴിക്കാണ് കഴിക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ഇനി പോവാണ്. അപ്പൊ ഇനി പോണ വിശേഷങ്ങള് കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മള് ഇന്ന് ആദ്യം പോണത് ജഡായുപ്പാറ. ജഡായുപ്പാറ എത്തുന്നതിന് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അവിടെ ആർക്കെങ്കിലും പ്രാഥമിക കർമ്മങ്ങൾ വല്ലതൊക്കെ നിർവഹിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് 9:30 ആകുമ്പോഴേക്കും ജഡായുപ്പാറ എത്തണം. എന്നാലും നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് കാര്യങ്ങള് നീങ്ങുള്ളൂ. ജഡായുപ്പാറ കയറി എത്തിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ മതിയാവും തോന്നുന്നു. 1 മണിക്കൂർ വേണോ അറിയില്ല. 1.5 മണിക്കൂർ വേണമെന്നാ പറയണേ. ബീച്ചിൽ ഇറങ്ങാൻ പറ്റാത്തതിന്റെ കോട്ടം നമുക്ക് അവിടെ തീർക്കണം. വേണ്ടേ? വേണം. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സീതേനെ രാവണൻ കട്ടുകൊണ്ട് പോയത് അറിയാലോ എല്ലാവർക്കും. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് രാമൻ അടുത്തുണ്ടായിരുന്നില്ല, ലക്ഷ്മണൻ. അപ്പോ അവര് രക്ഷിക്കാൻ നിന്നതാണ് ജഡായു. ജഡായു എന്ന് പറഞ്ഞ എന്താ പറയാ, വലിയ ഒരു പറവ അത്. അപ്പോ അത് രക്ഷിക്കാൻ എന്താ പുഷ്പക വിമാനത്തില് രാവണൻ സീതേനെയും കൊണ്ട് പോകുമ്പോ ജഡായു അതിനെ തടുക്കാൻ നിന്നു. അപ്പൊ രാവണൻ അതിന്റെ ഒരു ചിറകരിഞ്ഞു. അപ്പൊ മലർന്നടിച്ച് വീണു എന്നാ പറയണത് ജഡായു. അതാണ് അവിടുത്തെ സങ്കല്പം. ചായ കുടിക്ക് ഞങ്ങൾ ഇറങ്ങാണ്. ആര്യാസിലാണ്. ഇവിടെ വേറെ ഹോട്ടലൊന്നും കണ്ടില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും വിശന്ന കാരണം ഞങ്ങള് കയറിയതാണ്. ഇതാണ് മക്കളെ ജഡായുപ്പാറ. പക്ഷെ രക്ഷയില്ല, ഇവിടെ സമരാണ്. ഞങ്ങൾ ഇത്ര ദൂരം വന്നിട്ട് കയറാൻ പറ്റില്ല എന്നപ്പോ പറയണത്. പെട്ടെന്നുണ്ടായ സമരാന്ന് പറയണത്. നമുക്ക് ജഡായുപ്പാറ കാണാനുള്ള യോഗ. ഞങ്ങള് ജഡായുപ്പാറ കാണാൻ ഇന്നലെ ഇവരെന്നെ വിളിച്ച് ചോദിച്ചപ്പോ ഇവര് 9:30 ഇന്ന് കാലത്ത് വരാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങളിത് ഇവിടെ കാവലിരിക്കണം. ഓരോരുത്തർ കോടൊക്കെ ചൂടിയിട്ട് കണ്ടില്ലേ ഇരിക്കണം അവിടെ. അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സമരം ഇവിടെ ഞങ്ങൾ ദൂരത്തിലെത്തിണ്ട്. ഇവിടെ ഒരു ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളുടെ ആന്റിയുടെ വീടാണ്. അപ്പൊ ഞങ്ങൾ അവിടെ കയറിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ബോട്ടിൽ കയറുന്നത്. അപ്പൊ ചോറ് ഇപ്പൊ ഉണ്ണണില്ല, ചോറ് കഴിഞ്ഞിട്ടാണ് ഉണ്ണണുള്ളൂ. അപ്പൊ ഞങ്ങൾ ആന്റിയുടെ വീട്ടിൽ കയറുകയാണ്. അപ്പൊ എല്ലാരും ബോട്ടിൽ കയറാൻ വേണ്ടിട്ട് വെയിറ്റിംഗിലാണ്. ബോട്ട് ഇപ്പൊ വരും. 1 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. 1 മണി ആവാറായി. ഇപ്പൊ വരും. ഇതാണ് ഞങ്ങൾ കാത്തിരുന്നിരുന്ന ബോട്ട് എന്ന് തോന്നുന്നു. അല്ല, നേരെ പോവാണ്.
ബോട്ട് വരും ഇപ്പൊ വരും. എത്ര മണിക്കൂറുണ്ട്? 2 മണിക്കൂർ അടിച്ചു പൊളിക്കണം. ഞങ്ങളുടെ ബോട്ട് എത്തി. ഞങ്ങൾ ഇനി ബോട്ടിൽ കയറട്ടെ. ഞങ്ങള് ബോട്ടിൽ കയറാൻ പോവാണ്. ഞങ്ങള് ബോട്ടിൽ കയറി ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മള് ബോട്ടിലാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്. മഴയൊന്നുമില്ല. ഞങ്ങക്ക് നല്ല അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഇതാണ് കണ്ടൽക്കാട്. കണ്ടൽക്കാട് കാണാത്തവർ കണ്ടു. പണ്ട് കപ്പിത്താനായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റഹ്മാന്റെ ഫേസ്കെട്ടിനതൊക്കെ പറയണത്. അപ്പൊ സുന്ദാന്റിക്ക് ഒരു മോഹം വീണ്ടും ഒന്ന് ഓടിക്കണം എന്നുള്ളത്. ഒരു പാട്ട് പാടി സുന്ദരിച്ച്. എല്ലാവർക്കും ചായ ഓടിച്ചേരാം ഞാന്. മുടി കായലിലെ അന്ന നട തോണിയിലെ കൊച്ചാണ് പിന്നാരക്കി. ഇതാണ് ഞങ്ങളുടെ അടുത്ത ചേട്ടൻ. 2 ചേട്ടന്മാരെ കൂട്ടാണ് ഞങ്ങളെ ആനയിച്ചു കൊണ്ടുപോകുന്നത്. നല്ലൊരു ചേട്ടനാണ്. ചേട്ടന്റെ നമ്പറൊക്കെ ഇനി വാങ്ങിക്കണം. അപ്പൊ ഇനി വരുമ്പോ മക്കളെന്നെ കേട്ട് വരുമ്പോ വരണം അങ്ങോട്ട്. ഇത് പള്ളിയാത്തുരുത്താണ്. ഇതില് നമുക്ക് നമ്മള് ബോട്ടില് പുഴയിൽ കൂടെ വന്നു. ഇതിലിവിടെ ഇറങ്ങി നടക്ക സുഖമായിട്ട്. കണ്ട അവര് ഇറങ്ങി നടക്കണു. ദുൽഖറിന്റെ സലൂട്ട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്. ദുൽഖറിന്റെ സിനിമയൊക്കെ ഏത് സിനിമ? സലൂട്ട്. ദുൽഖറിന്റെ സൈലൂട്ട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. ഇവിടെ ഇറങ്ങണം എന്നാണ് പറയണത്. അപ്പൊ ഞാൻ ഇറങ്ങാൻ പോട്ടെ. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇറങ്ങണത്. നല്ലൊരു ചാടിക്കോ. അതാ പറഞ്ഞ ഇങ്ങനത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങിണ്ട്. കണ്ടാ പുഴയിലാണ് ഞാൻ നടക്കുന്നത്. കണ്ട. അപ്പൊ എല്ലാരും ഇവിടേക്ക് വരുമ്പോ എല്ലാരും ബാഗ് പിടിച്ചിറങ്ങാൻ പറ്റും. ഇവിടെ മാത്രല്ലേ ഇറങ്ങുള്ളൂ. അങ്ങോട്ടൊന്നും പോലല്ലോ. ഇവിടെ നിൽക്കുള്ള അല്ല എവിടെ നിൽക്കുള്ള. അപ്പൊ ഞങ്ങള് ബോട്ടിലൊക്കെ കറങ്ങി. പിന്നെ ഇറങ്ങാത്തൊരു സ്ഥലത്ത് ഇതുവരെ ഞങ്ങൾ ഇറങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു അത്. അപ്പൊ ഞങ്ങൾ തിരിച്ചിട്ട് ഇവിടെ എത്തി. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. ഞങ്ങൾക്ക് ഭക്ഷണം ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം ഞാൻ അവിടുന്ന് കഴിച്ചിട്ട് ഞങ്ങള് സമയം ഉണ്ടെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും, ഇല്ലെങ്കിൽ വീട്ടിലേക്ക് മടങ്ങും. അപ്പൊ ഞങ്ങള് എല്ലാം കണ്ടിട്ട് ഞങ്ങള് മടങ്ങി. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി എല്ലാരും ക്ഷീണിച്ചു. ചായ കുടിക്കാൻ വേണ്ടിട്ട് കേറിയിട്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി. നേരെ ഞങ്ങള് താമസത്തേക്ക് വെച്ച് പിടിക്കാണ്. ഇതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കണം. ഒരു കാലി കട്ടൻ അടിക്കാൻ വേണ്ടിട്ട് കയറി എടുക്കാണ്. വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് മദ്രാസ്. ഇവിടുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കണത്. രാത്രിയും എല്ലാരും വെജിറ്റേറിയൻ വൈകുന്ന തന്നെയാ പറയണത്. ഞങ്ങൾ 2 ദിവസമായിട്ട് വെജിറ്റേറിയൻ മാത്രമാണ്. പിന്നെ വെജിറ്റേറിയൻ തന്നെയാണ് കഴിക്കുന്നത്. ഞങ്ങളുടെ വർക്കല ടൂറിന്റെ എല്ലാ പരിപാടികളും അവസാനിച്ചു. ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചു. ഇനി രാത്രി ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട ഒരു 2 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ കുന്നംകുളത്ത് എത്തിച്ചേരുന്നു വിചാരിക്കണു. അപ്പോ വീണ്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.